കേരള സ്റ്റോറി എന്ന് കുറച്ചേറെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നൊരു യഥാർത്ഥ കേരള സ്റ്റോറിയെ കുറിച്ച് പറയാം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ദ റിയൽ കേരള സ്റ്റോറി. വയനാട്ടിൽ നടന്ന അതിമനോഹരമായ ഗൃഹപ്രവേശന ചടങ്ങാണിത്. ഒന്നും രണ്ടുമല്ല, 51 വീടുകൾ. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർക്ക് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നിർമ്മിച്ചു നൽകിയ വീടുകൾ. ഗണപതി ഹോമം നമ്മളതായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളായിരുന്നു. 6 മണി ടു 7 മണി വരെ നമ്മൾ ആചാരപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് 4 മണിക്ക് 51 കുടുംബം കൂടിയിട്ട് ചെയ്യുന്നൊരു പരിപാടി. ജാതിയും മതവും നോക്കിയല്ല ഈ വീടുകൾ നൽകിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് നൽകിയ വീടുകളിൽ തിളച്ചു തൂവുന്ന പാലും ഗണപതി ഹോമത്തിന്റെ മണവുമുള്ള കാഴ്ചകൾ. കർമ്മം കൊണ്ട് വാക്ക് പാലിച്ച പ്രസ്ഥാനം, അതാണ് മുസ്ലിം ലീഗ്. 105 വീടുകളാണ് ലീഗ് പ്രഖ്യാപിച്ചത്. അതിൽ 51 മുഴുവൻ ഫേർണിഷ് ചെയ്ത് 1 മാസത്തേക്കുള്ള ഭക്ഷണ കിറ്റ് അടക്കം നൽകിയാണ് ലീഗ് മടങ്ങുന്നത്. കേരളത്തിന്റെ മതേതര മണ്ണിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ച ദൃഢതയുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റാണിത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് ഈ വീട് തന്നെയാണല്ലോ ജീവിതാവസാനം വരെ ഉണ്ടാവേണ്ടത്. മനുഷ്യന്റെ കണ്ണീരൊപ്പുന്ന രാഷ്ട്രീയത്തിന്റെ പേര് കൂടിയാണ് ഇന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്.